പ്രൈസ് ലോർഡ്. നമുക്കിന്ന് ഹബക്കുക്കിൻ്റെ 1-ാമത്തെ അധ്യായം നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വചനമായ അപ്പച്ചൻ കടന്നു വരുന്നു. ദൈവമേ, എന്ത് പറയണമെന്ന് അപ്പച്ചൻ ആഗ്രഹിക്കുന്നു അത് മാത്രമേ പറയാവുള്ളേ. കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ അസംഖ്യതയ്ക്ക് അടക്കണം. യേശു മനസ്സാക്കണം. യേശു തന്നെ ആമേൻ. ഓക്കെ, 1-ാം അധ്യായത്തിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആദ്യത്തെ കംപ്ലൈൻ്റായിട്ട് വരുന്നുണ്ട്. 5 മുതൽ 7 വരെ 11 വരെ 5 മുതൽ 11 വരെയുള്ള ദൈവത്തിൻ്റെ മറുപടിയായിട്ട് വരുന്നു. 12 മുതൽ 17 വരെ ഉള്ള 2-ാമത്തെ കംപ്ലൈൻ്റായിട്ട് വരുന്നു. ഏറ്റവും അവസാനത്തെ ഒരു വാക്യം അതൊരു ഒരു 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 എന്താ ക്ലിഫ് ഹാങ്ങർ പോലെ കിടക്കുന്ന ഒരു വാക്യമാണ്. ആ വാക്യം എങ്ങനെയാ വെച്ചാൽ, വിൽ ബി ദെൻ കണ്ടിന്യൂ ടു ഫിൽ ദ എംപ്റ്റി ത്രോ നെറ്റ്സ്, വിൽ ഹി ഓൾവേസ് ഡിസ്ട്രോയ് നേഷൻ ആൻഡ് സ്പെയർ നോൺ എന്നാണ് വച്ചേക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഒരു വാക്യം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 1-ാമത്തെ വാക്യം 1 മുതൽ 4 വരെയുള്ള ആദ്യത്തെ വാക്യത്തിൻ്റെ അകത്ത് കിടക്കുന്നത് ഓറക്കിൾ ഓഫ് ഹബക്കുക്ക് എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ട്രാൻസ്ലേഷൻ്റെ അകത്ത് ഡിഫറെൻ്റ്, പക്ഷേ ഓറക്കിൾ എന്ന് കിടക്കുന്നത് ഹീബ്രു ആ വാക്യത്തിന് 2 എണ്ണമുണ്ട്. 2 ഇതുണ്ട്. ഒന്ന് ഓറക്കിൾ എന്നുള്ള എന്തോ എൻ്റെ ഹബക്കുക്കിൻ്റെ ഒരു ദർശനം എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ മറ്റേ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരു വേദന, ബേർഡൻ. ഒരു ഹീബ്രു കിടക്കുന്ന മാസ, മനസ്സിലായി, ഒരു ബേർഡൻ എന്നുള്ള 2 മീനിങ് ഉണ്ട്. ഒന്ന് ദർശനം, അല്ലെങ്കിൽ എൻ്റെ ബേർഡൻ. പക്ഷേ ഇവിടെ നമ്മൾ തുടർന്നുള്ള വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരുന്നത് ബേർഡനായിട്ട്, ഒരു ഹെവി ബേർഡനായിട്ട് ഉള്ള പോലെക്കാണ് വരുന്നത്. അത് ഇനി 1-ാമത്തെ വാക്യം തൊട്ടേ ചോദിക്കുന്ന ചോദ്യം, ദൈവമേ, എത്ര നാൾ നീ ഞങ്ങളെ സഹായിക്കാതിരിക്കും? എത്ര കാലം ഞങ്ങൾക്ക് ചെവിക്കൊള്ളാതിരിക്കും? അത് കഴിഞ്ഞ് 3-ാം വാക്യത്തിൻ്റെ അകത്ത് 4 കൂട്ടം കാര്യങ്ങളാണ് വരുന്നത്. 1 ഡിസ്ട്രക്ഷൻ, 2 വയലൻസ്, 3 സ്ട്രൈഫ്, 4 കോൺഫ്ലിക്റ്റ്. 4 കാര്യങ്ങളെ ആയിട്ടാണ് വരുന്നത്. പിന്നെ 4-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ഏറ്റവും അവസാനം പറയുന്നത്, ദൈവമേ, ഞങ്ങളുടെ നിയമം, അതായത് തോറ, ഞങ്ങളുടെ വചനം, നീ ഞങ്ങൾക്ക് തന്ന വചനം അല്ലെങ്കിൽ പ്രോമിസ് അല്ലെങ്കിൽ കവനൻ്റ് പാരലൈസ് ആയിപ്പോയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. 4 ആണ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പം ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു, നെബൂഖദ്നേസറിൻ്റെ വരവ് കണ്ടു. ഓക്കെ, ആദ്യം കൊണ്ടുപോയ ആൾക്കാരെ, ഫസ്റ്റ് ഡീപ്പോർട്ടേഷനെ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാർ, അതായത് ഡാനിയലുള്ള ഗ്രൂപ്പിൻ്റെ അകത്തെ ആൾക്കാർ കൊണ്ടുപോയത് കാണാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന് മുമ്പ് വന്ന് ഈ യുദ്ധത്തിൻ്റെ ഇതൊക്കെ കണ്ട ഹബക്കുക്കാണ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്. ആദ്യം മുഴുവൻ ക്വസ്റ്റ്യൻസ് മുഴുവൻ എന്തുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു? ദൈവമേ, ഞങ്ങൾക്ക് അപ്പം ഈ പറയുന്നതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹബക്കുക്ക് പ്രവാചകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്ക ഒരു, കാരണം ആ യഹൂദയിൽ നടക്കുന്ന ഒരു ഇതും കാരണം എന്തുവാ പൊളിറ്റിക്കൽ ഇതൊന്നും ഹബക്കുക്കിന് വലിയ അറിവൊന്നുമില്ല, മനസ്സിലായി. എന്തുവാ നമ്മൾ കാണത്തില്ല, ചില പാർട്ടിയിൽ ചില നേതാക്കന്മാരുണ്ട്, അവർ നിഷ്കളങ്കതയോടുകൂടി പെരുമാറും.
പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. പക്ഷേങ്കിൽ പാർട്ടിയിൽ നടക്കുന്ന അഴിമതികളൊന്നും ഈ ആൾക്ക് അറിയത്തുമില്ല. നിഷ്കളങ്കതയോടുകൂടി ചെയ്യും. അതേപോലെ നമ്മുടെ ചില സഭയങ്ങളിലൊക്കെ അല്ല സംഘടനകളിലോ ഏതിലൊക്കെ കാണും നിഷ്കളങ്കരായിട്ടുള്ളവരുണ്ട്. അവരതിനുവേണ്ടി ധീരതയോട് ഫൈറ്റ് ചെയ്യും. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് നടക്കുന്ന പൊളിറ്റിക്സ് ഒന്നും ഇവർക്കറിയത്തില്ല. മനസ്സിലായി? അപ്പോൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യത്തെ ചോദ്യം ദൈവമേ എന്തുകൊണ്ട്, വായ്. ഈ സെയിം തിങ് തന്നെയാണ് ഹബക്കൂക്കും ചോദിക്കുന്നത്. ദൈവത്തെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കുന്നത്. എത്ര കാലം ഞങ്ങളുടെ കരച്ചിൽ കാണാതിരിക്കും? എത്ര കാലം അന്യജാതികൾ ഞങ്ങളോട് ഇത് ചെയ്യും? അവരുടെ ദുഷ്ടതകൾ ഇതൊന്നും കാണുന്നില്ലേ? അവർ ഞങ്ങളോട് ചെയ്യുന്ന തിന്മകൾ കാണുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ചോദിക്കുന്നത്, നീ ഞങ്ങൾക്ക് തന്ന പ്രോമിസ്, വാഗ്ദത്തം, തോറ അല്ലെങ്കിൽ കവനൻ്റ് അത് പാരലൈസ് ആയിപ്പോയോ എന്നൊക്കെയുള്ള. എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? മനസ്സിലായോ? മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം ഇങ്ങനൊരു ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? അതിന് ശക്തനായ ദൈവം അല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ പാവത്തിന് മനസ്സിലായില്ല. ആ ഗർസീം മലയിലും ഏബാൽ മലയിലും വെച്ച് പോയി നല്ലതും തെറ്റും ഇന്നതിന്നത് ചെയ്താൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇന്നതിന്നത് ചെയ്താൽ ഞാൻ നിങ്ങളെ ഇന്ന രീതിയിലാക്കുമെന്നുള്ള പറഞ്ഞ കാര്യം പാവം ഓർക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ചോദിക്കുക, ഈ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങളോടുകൂടെ കാണുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതിന് എഗനസ്റ്റായിട്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ വിട്ടുപിരിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന അനർത്ഥങ്ങൾ ഇന്ന അനർത്ഥങ്ങളായിക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പുറകിലുണ്ടല്ലോ ഒത്തിരി ഇതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാര്യത്തിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ദൈവം ഇതാക്കി. അപ്പോൾ ഡാനിയൽ പ്രവചനത്തിൻ്റെ ഇതൊക്കെ വായിക്കുവാനിടയായി. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യഹൂദന്മാരുടെ ഒരു വീഴ്ച, അല്ല അവരുടെ ഈ ഡൗൺഫോൾ, എന്തോ നമ്മൾ റോമാലേഖനത്തിൽ പറയുന്നത് അവരുടെ ഈ കാഠിന്യം, ഈ ഹാർഡ്നെസ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ജാതികളിലോട്ടുള്ള ഇത് ചെയ്യുക, സുവിശേഷം വരാനുള്ള ഇത് തുടങ്ങും. കാരണം ഇത്രയും നാളും ഒരു ജാതിയിലേക്കായിരുന്നു മാത്രമായിട്ടിരുന്നത്. ഇപ്പം അവർ ആദ്യം അസിറിയ വന്നു നോർത്തേൺ ട്രൈബ് മൊത്തം കൊണ്ടുപോയി, 10 ഗോത്രത്തെ കൊണ്ടുപോയി. ഇനിയുള്ളത് ഇതേ ഉള്ളൂ. അപ്പം നെബൂഖദ്നേസർ വന്ന് ഇതും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തെടുക്കും? ദൈവത്തിൻ്റെ ജനത്തെ തൊട്ടേന്നുള്ള ഇത്. അവർ ദൈവത്തിൻ്റെ മക്കളുമല്ല, ഇത് ദൈവത്തിൻ്റെ മക്കളാണ്. മനസ്സിലായോ? അപ്പം അവർക്ക് വരുന്ന ഈ കാണുമെന്ന് വെച്ചാൽ, ഡാനിയൽ ഇവിടെ ഇരുന്ന വ്യക്തിയാണ്. ആ ദേശത്ത് പോയി, നെബൂഖദ്നേസറിൻ്റെ ദേശത്ത് പോയി, അവരുടെ രാജാവ് ദൈവമായി ആണ് പറയുന്നത്. രാജാവിൻ്റെ കാണുന്ന സ്വപ്നങ്ങളും എല്ലാം അവിടെയുള്ള ആർക്കും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അന്നേരം എന്താണോ അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു പൈതൽ അവിടെ ഉണ്ട്. ആ പൈതൽ എണ്ണിട്ടിരുന്ന് ഇതെല്ലാം കൊടുക്കും. അപ്പോൾ ആ ജാതികളും ദൈവത്തെപ്പറ്റി അറിയാൻ തുടങ്ങി. മനസ്സിലായി? ഇത്ര നാളും ചുറ്റുമുള്ള ഫെലിസ്തീനും മോവാബീരും അവരൊക്കെ ആയിരുന്നു. ഇപ്പം എന്നിട്ട് വെളിയിലോട്ടും പോകാൻ തുടങ്ങി. അസിറിയർ അറിയാൻ തുടങ്ങി. ഇപ്പം ഈജിപ്റ്റ് പണ്ടേ അറിഞ്ഞു. ഇനിയിപ്പം നെബൂഖദ്നേസറിലോട്ട് പോവാം. അത് കഴിഞ്ഞ് മേദ്യ, പേർഷ്യ, ഗ്രീക്ക്, റോമൻസ്, അങ്ങനെ എല്ലാ ജാതികളിലോട്ടും സുവിശേഷം ഇനി അറിയാൻ പോവാം. അപ്പം അതിൻ്റെ ഒരു തുടക്കമാണ്. പക്ഷേ ഈ കഥ ആർക്കും മനസ്സിലായില്ല. ഹബക്കൂക്കിന് മനസ്സിലായി. അതാണ് രണ്ടാമത്തെ കാര്യം. ദൈവത്തിൻ്റെ റെസ്പോൺസായിട്ട് ദൈവം പറയുന്നത് ഹബക്കൂക്കേ, നീ ജാതികളിലോട്ടൊന്ന് നോക്ക്, അവരെ കണ്ടിട്ട്. അത് കഴിഞ്ഞ് 6ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് പറയുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിനക്കിപ്പം മനസ്സിലാകത്തില്ല, നിൻ്റെ ലൈഫ് ടൈമിൽ അത് നടക്കും. പക്ഷേ നീ അത് വിശ്വസിക്കത്തില്ല, നടക്കുമെന്നുള്ള കാര്യം വിശ്വസിക്കത്തില്ല. For I am doing a work in your days that you would not believe if I told you. For behold, I am raising up the Chaldeans.
ദാറ്റ് ബിറ്റർ ആൻഡ് ഹേസ്റ്റി നേഷൻ. ഞാനൊരു ജാതിയെ എണ്ണിപ്പിക്കാം. അപ്പോൾ ആ ജാതി നിങ്ങൾ ആ ജാതിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണെങ്കിലും ആക്ച്വലി അത് അവർക്ക് തന്നെയുള്ള ശിക്ഷയാണ്. കാരണം എന്താ, അവർ ദൈവത്തെ അറിയാത്ത ജാതിയാണ്. നിങ്ങൾ തെറ്റ് ചെയ്തതിനോടുള്ള ഇതാണെങ്കിലും, പക്ഷേ ഇവിടം തൊട്ട് സുവിശേഷം അങ്ങോട്ട് എൻ്റെ ആ എന്താ ഒരു ദീർഘ ഫോർട്ടേസ് അല്ലെ ഫോർ വാണിങ് എന്നുള്ള ഇതുപോലൊക്കെ എൻ്റെ ദീർഘവീക്ഷണം പോലുള്ള ഇത്. അപ്പം ദൈവം ആ ബുക്കിനോട് പറഞ്ഞ് ഞാൻ പറഞ്ഞാലും ഇത് നിങ്ങൾ വിശ്വസിക്കരുത്. അത് കഴിഞ്ഞ് 7-9 വരെയുള്ള വാക്യങ്ങളിൽ ആ ജാതികളുടെ രാജാവിൻ്റെ ബാബിലോൺ ആർമിയുടെ ശക്തിയെപ്പറ്റി പറയാം. അവർക്ക് ലോയൊന്നുമില്ല, അവർക്ക് നിയമമൊന്നുമില്ല. നിങ്ങൾക്കാണ് നിയമമുള്ളത്, നിങ്ങൾക്കാണ് കവനൻ്റ് ഉള്ളത്. അവർക്ക് നിയമമൊന്നുമില്ല, അവർക്ക് എങ്ങനെ വേണേലും ജീവിക്കാം. അവരുടെ കുതിരകൾ ലെപ്പഡ്സിനെ പോലെ സ്വിഫ്റ്ററും അല്ലെങ്കിൽ വോൾസിനെ പോലെ ഫിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ കാറ്റ് പോലെ അവർ തൂത്തെടുത്തുകൊണ്ട് പോകുന്ന ജാതിയാണ്. പക്ഷേ അത് കഴിഞ്ഞൊരു 11ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് അത് പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട്. അതെന്തുവാണ്? അവരുടെ ഓൺ സ്ട്രെങ്തിലാണ് വിശ്വസിക്കുന്നത്. അവരുടെ ഓൺ സ്ട്രെങ്തിൽ അല്ലെ അവരുടെ ഓൺ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങളോ അങ്ങനെയല്ല. എന്ന് നമ്മളൊരു വാക്യമല്ലോ, വാക്യത്തിൻ്റെ അതുണ്ടല്ലോ, ചിലർ കുതിരകളും ചിലർ രഥങ്ങളിലും ആശ്രയിക്കും, ഞങ്ങളോ ദൈവമായ യഹോവയെ ആശ്രയിക്കും എന്ന് പറയുന്നത്. അവരവരുടെ കുതിരകളും അവരുടെ ടെക്നോളജിയും അതിലും ഇതിലുമൊക്കെയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ ഇസ്രായേൽ മക്കൾ ആരില്ല വിശ്വസിക്കുന്നത്? ദൈവത്തിലാണ്. അപ്പം ഓരോന്നോരോന്നായിട്ട് ആ സൈലൻ്റായിട്ടിരുന്ന ദൈവം വായിന്നുള്ള ആൻസറിന് വേറൊരു രീതി കൊടുക്കുക. ഞാൻ ഇത് വരുത്തുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. മനസ്സിലായോ? നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അത് ജാതികളിലോട്ട്, ഇനി എല്ലാ ജാതികൾക്കും ഇത് കിട്ടണം. നിങ്ങളെ മാത്രം പറ്റത്തില്ല, എല്ലാ ജാതികളെയും. ഞാൻ സർവീൻ ഗാഡാണ്, ഞാൻ എല്ലാവരുടെയും ദൈവമാണ്. മനസ്സിലായോ? അപ്പം കോമൺ ഇവിടെ തൊട്ട് തുടങ്ങാൻ പോവാം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം റെഡ് ഫ്ലാഗ് ആയിട്ട് അവരുടെ സ്ട്രെങ്ത്തിൽ ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗമാണ് 12 മുതൽ 17 വരെ ഉള്ളതിൻ്റെ അകത്ത് ഉള്ളത്. അതിൻ്റെ അകത്ത് ഇവിടാണ് കൂടുതൽ തിയോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഹബക്കൂക്ക് പിന്നെയും ചോദിക്കുന്നതാണ്, ദൈവമേ, നീ അനാഥനും ശാശ്വതനുമായ ദൈവമല്ലേ? യു ആർ എവർലാസ്റ്റിംഗ് ദൈവം. നീ പരിശുദ്ധനായ ഹോളി ദൈവമല്ലേ? അപ്പം നിനക്ക് എങ്ങനെയാണ് ഇതിനെ കാണാൻ പറ്റുന്നത്? ഇംപ്യൂറായിട്ടുള്ള യു ആർ ഹോളി ആൻഡ് യു ആർ പ്യുവർ. അപ്പോൾ ഇംപ്യൂറായിട്ടുള്ള എങ്ങനെ കാണാൻ പറ്റും? അല്ലെങ്കിൽ ഈവിളിനെ എങ്ങനെ കാണാൻ പറ്റും? എന്നിട്ട് 13ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത്, നിൻ്റെ കണ്ണുകൾ ടു പ്യുവർ ടു ലുക്ക് അറ്റ് ഈവിൾ. അപ്പോൾ അങ്ങനെയുള്ള ദൈവം, നീതിമാനായ ദൈവം എങ്ങനെ ഈ നീതികെട്ട ജാതികളെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? ഇവിടാണ് അവരുടെ തോറ പഠിപ്പിച്ച തോറയും അവർ യഥാർത്ഥ ദൈവത്തെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. പഴയ നിയമകാലത്ത് യഹൂദന്മാർക്കുള്ളത്, അവർ അശുദ്ധനായ ഒരാളെ തൊട്ടാൽ അവരും അശുദ്ധനായി പോകും. മനസ്സിലായോ? അപ്പോൾ അവരുടെ ആ കാഴ്ചപ്പാടിൽ അവർ ദൈവത്തെ കാണുന്നത്. പക്ഷെ അന്ന് ദൈവം ഒരാൾ ഒരു അശുദ്ധനായ തൊട്ട് കഴിഞ്ഞാൽ ദൈവം അശുദ്ധനാകത്തില്ല, ആ തൊടുന്ന ആൾ ശുദ്ധനാകത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാഴ്ച അത് നമുക്ക് വ്യക്തമായി യേശുപ്പച്ചൻ ഈ ഭൂമി വന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്നു. നമ്മളെ അശുദ്ധരായി നമ്മളെ ശുദ്ധരാക്കി നമ്മളെയും കൃപാസനത്തിനോട് അടുത്ത് വരുവാൻ ഉള്ള ഭാഗ്യം നമുക്ക് തന്നു. അത് ഇവർക്കും. പക്ഷേ ഈ സമയങ്ങളിൽ അവരുടെ തോറ പഠിപ്പിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടുപോയാൽ നിങ്ങൾ അശുദ്ധരായി പോകും. മനസ്സിലായോ? അപ്പോൾ ആ സെയിം കാഴ്ചപ്പാടിലാണ് യു ആർ ഹോളി വൺ. കാരണം
സമാഗമന കൂടാരത്തിൻ്റെ തട്ടുകൾ 3 ഡിഫറെൻറ്റ് പാർട്സിൻ്റെ കാര്യങ്ങളറിയാം. അപ്പോൾ അതിൻ്റെ അകത്തെ ഹോളീസ് ഓഫ് ഹോളീസിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ഇത് ഹബക്കൂക്കിനറിയാം. പക്ഷെ ആ രീതി വെച്ചാണ് ഹബക്കൂക്ക് ചോദിക്കുന്നത്. മനസ്സിലായി? നീ പ്യൂറായിട്ടുള്ള തീമല്ലേ, ഹോളി തീമല്ലേ, നിൻ്റെ അടുക്കൽ ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ചാത്തും. പക്ഷേ ഹബക്കൂക്ക് ഒരു കാര്യം മനസ്സിലായി, നിയമം അത് ഉള്ളത് ഇവർക്കാണ്, അവർക്ക് ലോ ഇല്ല. മനസ്സിലായോ? അവർക്ക് ലോ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യഹൂദനായ ഊസ പെട്ടകത്തെ തൊട്ടപ്പം, അല്ലെങ്കിൽ പെട്ടകത്തെ പിടിക്കാൻ പോയപ്പം ഊസ മരിച്ചുപോയി. പക്ഷെ എന്നാൽ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കാൻ പോയ ഫെലിസ്തീർ ഇത് കണ്ടവരാരും ചത്തുമില്ല. എന്തുകൊണ്ട്? അവർക്ക് അസുഖമേ വന്നുള്ളൂ. മനസ്സിലായി? അവരാരും ചത്തുപോയില്ല. അവരെ ന്യായം വിധിച്ചു, 2 പേരെ ന്യായം വിധിച്ചു. പക്ഷെ ഒരാൾ അന്നേരം ഇൻസ്റ്റൻ്റ്ലി, അവർക്കെന്തുമായിരുന്നു, നിയമമുണ്ട്. നിയമമുള്ള ഒരാൾ തെറ്റിച്ചാൽ പിന്നെ അതിന് വേറെ ശിക്ഷയില്ല. ഓക്കെ, നിയമം ഇല്ലാത്ത ഒരാൾക്ക് അത് തെറ്റിക്കുകയും ദൈവം ശിക്ഷ കൊടുക്കുന്നില്ല, അത് വേറെ രീതി, അവനെ ആ തിരിച്ചറിയാനുള്ള ശിക്ഷയായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആ രീതി, അപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ മനസ്സിലായി, ഒരു നിഷ്കളങ്ക മനസ്സോട് ചോദിക്കുന്നത്, ഒരു 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 എന്താ ഒരു ഒരു നിഷ്കളങ്ക, അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ ചോദിക്കുന്നതിനുള്ള ഇതിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് 14 മുതൽ 15 വരെയുള്ള കാര്യങ്ങളിൽ പറയുന്നത് ഒരു കടലിൻ്റെയും ഫിഷ് നെറ്റിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപമയായിട്ട് പറയുക. നീ ഞങ്ങളെയും ആ വലയിലാക്കിയോ എന്നിട്ട് മീനെ പിടിക്കുന്ന നെറ്റ് അവർക്ക് കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് 16-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു പറയുന്നത്, അവർ therefore he sacrificed to his net and make offering to his dragnet. അവരുടെ എന്തിന്, മീൻ പിടിക്കുന്ന ആൾക്കാർ അവരുടെ ആയുധത്തിനാണ് അവരിത് കൊടുക്കുന്നത്. ഇപ്പം അന്ധവിശ്വാസമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി. ബൈബിള് വായിക്കരുത്, അത് ഇതുപോലൊക്കെ ഒരു സ്ഥലത്ത് വയ്ക്കണം. മനസ്സിലായോ? അത് ബൈബിളിലെ പൂജിക്കുകയേ ചെയ്യാവുള്ളൂ. പക്ഷെ അതൊരു തുറന്ന് വായിക്കരുത് എന്നൊക്കെ. വായിച്ചാൽ അത് ടു ഹോളിയാണ്, നമ്മൾ ചത്തുപോകും എന്നൊക്കെ ഉള്ള രീതി, അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതേപോലൊക്കെ അവരുടെ പണിയായുധങ്ങളെ വെച്ച് ഞാൻ പലപ്പോഴും ചില ക്രിക്കറ്റ് കളിക്കാരൊക്കെ പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് വലിയ കളിയൊക്കെ വരുന്നതിന് മുമ്പേ അവരുടെ ബാറ്റ് പൂജിക്കുന്നതിനെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഓരോ പണിയായുധങ്ങളൊക്കെ വെച്ച് പൂജിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ അവരുടെ ഫിഷ് നെറ്റ്, അവരുടെ ദൈവം ഏതാണെന്നില്ല അവർക്കറിയാമെങ്കിലും ഏതാണെന്ന് അപ്പോൾ ആ ദൈവത്തിനെ അവർ വെച്ച് പൂജിക്കുന്നു. മനസ്സിലായോ? പക്ഷേ യഥാർത്ഥ ദൈവത്തെ അവർ അറിഞ്ഞിട്ടില്ല. അവർ യഥാർത്ഥ ദൈവത്തിന് ക്രെഡിറ്റും കൊടുക്കത്തില്ല. അവർ എന്തുവാ, നമ്മൾ അതിനെങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊച്ചു പിള്ളേർ പപ്പമാർ ഒക്കെ നെഞ്ചത്ത് കയറി നിന്നിട്ട് 2 ഇടിയൊക്കെ കൊടുത്തിട്ട് ഞാനടാ വലിയ ആളെന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇത്. അപ്പോൾ പപ്പമാരിങ്ങനെ തോറ്റു കൊടുക്കും. പോട്ടെ അവരല്ലേ, കൊച്ചവരല്ലേ, നമ്മൾ ക്ഷമിച്ചെന്ന് എന്നൊക്കെ കൊടുക്കുന്ന പോലെയൊക്കെ ഉള്ള രീതിയിലാണ് ഇവരുടെ ബാബിലോൺ. അവർ വിചാരിക്കുന്ന അവരുടെ കഴിവ് കൊണ്ടും അവരുടെ സ്ട്രെങ്ത് കൊണ്ടും അവരുടെ ടെക്നോളജി കൊണ്ടും അവരുടെ കുതിരയുടെ ബലം കൊണ്ടും അവരുടെ ദൈവത്തിൻ്റെ ഇതുകൊണ്ടും ഒക്കെ ആണ് വലിയ നേട്ടം നേടുന്നത്. പക്ഷേങ്കിൽ യഥാർത്ഥ ദൈവം ഇവരെ യൂസ് ചെയ്തുകൊണ്ട് യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കളെ ശിക്ഷിക്കുക എന്നുള്ള കാര്യം അവരറിയുന്നില്ല. മനസ്സിലായോ? അവരത് മനസ്സിലാക്കുന്നില്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ അവർ മനസ്സിലാക്കത്തുള്ളൂ. കാരണം ഈ ഡാനിയേലിനെ പോലൊക്കെ ഉള്ളവർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നെബൂഖദ്നേസറിനെ നല്ല പാഠം പഠിപ്പിക്കുന്ന ഇതുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ബാബിലോണിൽ ചെന്ന് സംഭവിച്ചു. സിംഹത്തിൻ്റെ വായടച്ചു, ആ 4 ചെറുപ്പക്കാരെ തീക്കകത്ത് ഇട്ടു. അതേപോലെ രാജാവിൻ്റെ ഉറക്കം കെടുക്കുന്ന
ഉറക്കം കെടുത്തിയ സ്വപ്നം ഡാനിയേൽ ഒന്നല്ല 2 പ്രാവശ്യം വെളിപ്പെടുത്തി കൊടുത്തു. അതേപോൾക്ക് രാജാവിൻ്റെ ബിംബം വെച്ചിട്ട് അതനുസരിച്ചില്ല. അവിടങ്ങളെല്ലാം അവർ പ്രൂവ് ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവം, മനസ്സിലായി, ഈ ജാതികളിലോട്ട് ഈ ദൈവത്തെ എത്തിക്കുക. പതുക്കെ ആയിട്ട് സുവിശേഷം, മനസ്സിലായി, ദൈവത്തിൻ്റെ ആ ഗുഡ് ന്യൂസ് എത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ബാബിലോൺകാരറിയുന്നില്ല, മനസ്സിലായി. ബാബിലോണിൽ നിന്ന് അല്ല, യെരുശലേം ടെമ്പിളിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോയ ആ കപ്പെടുത്ത് അവർ കുടിച്ച് അന്ന് രാത്രിയിൽ ഭിത്തിയിൽ എഴുത്ത് വന്നു. റൈറ്റ്, നെബൂഖദ്നേസർ രാജാവ് ഇതായിപ്പോയി, എന്തോ മൃഗത്തിനെ പോലെ പോച്ച തിന്നിയ നഖങ്ങളൊക്കെ വളർന്ന് അതേപോൽക്കായി, മനസ്സിലായി. ഇത്രയും പണിഷ്മെൻറ്റ് നടന്നിട്ടും യഥാർത്ഥ ദൈവം ആരാന്ന് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ കൂടുതൽ പണിഷ്മെൻറ്റ് ആർക്കാണ് കിട്ടുന്നത്? കിട്ടാൻ പോകുന്നത് ജാതികൾക്കാണ്. പക്ഷേ ആ ജാതികളെ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിനെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയുള്ള ഇത് ചെയ്യുന്നുണ്ട്. അവർ വിചാരിക്കുന്നവരെ അവർ വലിയ ആളുകളാണ് ഒക്കെയുള്ള ഇതില്ല. പക്ഷേ ഇത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ രീതിയാണ് ദൈവം ഹബക്കൂക്കിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളെങ്ങനെ ശിക്ഷിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. ദൈവം മറുപടി കൊടുത്തു, എനിക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ നിൻ്റെ ജീവകാലത്ത് തന്നെ ചിലപ്പോൾ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ നടക്കും, മനസ്സിലായോ? എൻ്റെ ഉദ്ദേശം ഇന്നതാണ്. ഞാനത് നിന്നോട് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കത്തുമില്ല. അത് കഴിഞ്ഞിട്ട് ദൈവത്തോട് രണ്ടാമത്തെ കംപ്ലയിൻറ്റ് പറയുന്നത്, ദൈവത്തെ കുറ്റപ്പെടുത്തുക. ഇത്ര പരിശുദ്ധനല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഞങ്ങളെയും ഇതേപോലൊക്കെ ആക്കിയോ, മീനെ പിടിക്കുന്ന പോലെ ആക്കിയോ. അവരവരുടെ കഴിവിൽ ആശ്രയിക്കുന്നത്, അവരവരുടെ ഇതിലാശ്രയിക്കും. ഞങ്ങളോ ആശ്രയിക്കുന്ന ദൈവത്തെയാണ്. പക്ഷെങ്കിൽ ഇതുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് തിന്മ സംഭവിക്കുന്നു? നമ്മളിൽ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. എന്തുകൊണ്ട് നമ്മൾക്ക് തിന്മ സംഭവിക്കുന്നു? ഇതാരും നമ്മളൊരിക്കലും ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കാറില്ല. നമ്മുടെ തെറ്റുകളെ കാണാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മൾ അംഗീകരിക്കാറില്ല. നമ്മളെ എവിടുന്നാണ് വീണമെന്നുള്ളത്. ഇത് നമ്മൾ പണ്ട് പല കാര്യങ്ങളും നേടാനും പല വാഗ്ദത്വവും ഒക്കെ നേരിടും. സ്നാനപ്പെട്ടപ്പോൾ നമ്മളെടുത്ത തീരുമാനം, നമ്മളെടുത്ത ഇത് എന്തിനാണ് നമ്മൾ സ്നാനപ്പെട്ടപ്പം നമ്മൾ എന്തുവാണ് തീരുമാനം എടുത്തത്? ദൈവത്തോടുകൂടി ക്രിസ്തുവിനോടുകൂടി ചേരുക എന്നുള്ള ഇത്, ക്രിസ്തുവിനെ ധരിച്ചവരായി തീരുക. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടോ? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കൊച്ചു തെറ്റുകൾ മുമ്പ് ദൈവം ക്ഷമിച്ച് ഏറ്റവും അവസാനം ദൈവം നമ്മളെ ഒരു പിടിപിടിക്കുന്നുണ്ടെ നമ്മൾ ചോദിക്കും, ദൈവമേ നീ ഞങ്ങൾ ഇത്രയും കാലം നിന്നെ ഈ രീതി ദൈവത്തെ അറിയേണ്ട പോലാണോ നമ്മൾ സേവിച്ച്? നമ്മളെ തന്നെ സന്തോഷിപ്പിച്ച് നമ്മളിൽ ഒരു ദൈവത്തിൻ്റെ പൂജ ഒരുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ബിംബത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബിംബത്തെ നമ്മൾ എന്നും പോയി പ്രസാദിപ്പിച്ചുകൊണ്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്, ആണോ? അല്ല, ഞാനൊരു കുറ്റപ്പെടുത്തുമല്ല ആരെയും പറയുന്നത്, എൻ്റെയും എല്ലാം കൂടെ ചേർത്താണ് പറയും, മനസ്സിലായി. നമ്മൾക്ക് നമ്മൾ ഓൺ മനസ്സിലല്ലേ പറഞ്ഞു കേട്ടോ, അല്ലെ ഇതിൽ നിന്നൊരു ദൈവത്തിൻ്റെ രൂപം നമ്മൾ ഈ ദൈവത്തോട് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹോളിനെസ്സിനെ പറ്റി പറഞ്ഞപ്പം നമ്മൾ ഹോളിനെസ് ഒരു ക്ലബിൽ കയറത്തക്ക രീതിയിലുള്ളതല്ല ഹോളിനെസ്, മനസ്സിലായോ? നമ്മളെ സിഗരറ്റ് വലിക്കത്തില്ല, വീഡിയോ വലിക്കത്തില്ല, അങ്ങനെ വലിക്കത്തില്ല, പല കാര്യങ്ങളും ചെയ്യത്തില്ല, നമ്മളിത് ചെയ്യത്തില്ല, നമ്മൾ മനസ്സിലായോ? നമ്മളൊരു ഒരു വിശുദ്ധിയുടെ ഒരു ക്ലബിൽ കയറി. പക്ഷെ അന്ന് നമ്മുടെ അപ്പുറത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ തെറ്റുണ്ട്. ഈ തെറ്റുകളാരും നമ്മൾ കാണത്തില്ല. അതുകൊണ്ടാണ് ഹോളിനെസ്സിൻ്റെ അകത്ത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുക. നിങ്ങളുടെ ദ വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഹിതവും നിങ്ങളുടെ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല, മനസ്സിലായി. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പം ശിംശോന് പറ്റുമല്ലോ, അത് ഇറ്റ്സ് ഓക്കെ,
ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഏറ്റവും അവസാനം നമുക്ക് വന്ന് കണ്ണ് പൊട്ടിച്ച് കഴിയുമ്പം നമ്മൾ ചോദിക്കും, അയ്യോ ദൈവമേ എന്തിനോട് ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ വന്നു. നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പക്ഷെങ്കിൽ ഒരു സംഘടനയായിട്ടും ഒരു പ്രസ്ഥാനമായിട്ടും നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് നിൽക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും ഒരേപോലെയായിരിക്കണം. മനസ്സിലായോ? ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ 2 പേര് തെറ്റ് ചെയ്താൽ മറ്റേവരും ഇതിനനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? ഒരാക്കാൻ കാരണം എല്ലാ ഇസ്രായേൽ മക്കളും തോറ്റുപോയി. അപ്പം എല്ലാവരും ഒരേപോലെ ഇതായിരിക്കണം. മനസ്സിലായോ? ഒരേ വേവ് ലെങ്ത്, ഒരേ മനസ്സും ഒരേ ഇതായിരിക്കണം. മനസ്സിലായോ? അത് ഇപ്പം ഹബക്കൂക്ക് ഇതിൻ്റെ ഇത് കേട്ട് നിഷ്കളങ്ക ഒരു മനസ്സാണ്. ഒന്നും പൊളിറ്റിക്സ് അവിടെ നടക്കുന്ന ഒന്നും അറിയത്തില്ല. മനസ്സിലായോ? ഇതൊന്നും നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ആ എഫ് ബ്രൂസിൻ്റെ ആ ബുക്ക് വായിച്ചാൽ നിങ്ങൾ തലേ കൈവച്ചു ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒക്കെ വിചാരിച്ചു. അത്രയ്ക്ക് ഹൈ പ്രൈസ്റ്റ് ബ്രൈബ് കൊടുത്ത് പൈസ കൊടുത്ത് ഹൈ പ്രൈസ്റ്റിൻ്റെ സ്ഥാനം നേടിയെടുക്കുന്നത്. കൊല്ലാൻ ഒരു മടിയുമില്ല. മനസ്സിലായി? എന്ത് ചെയ്യാനും ഒരു മടിയില്ല. അവർക്ക് സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി ഇതൊക്കെ കാണിക്കും. അവരുടെ ശുദ്ധീകരണത്തെപ്പറ്റി പറയുമ്പോൾ അവരുടെ വെളി ശുദ്ധീകരിച്ച് നടക്കുന്നു, അകമോ ഇതായിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് യേശുപ്പച്ചൻ വന്നപ്പം അത് കർശനമായിട്ട് ഇത് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് കഴിഞ്ഞാൽ, ഒന്ന് ഹബക്കൂക്ക് പാവം അറിയാതെ ദൈവത്തോട് ചോദിക്കുക, ദൈവം എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക്. ദൈവം അപ്പം പിതാവാം ദൈവം പറഞ്ഞു കൊടുത്തു എന്തുകൊണ്ടിത് സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ആ ദൈവത്തോട് തന്നെ പിന്നെയും ചോദിക്കുക, യു ആർ ഹോളി, ഇങ്ങനത്തെ ദൈവമല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഏറ്റവും അവസാനം ഇത്രയേ ഉള്ളൂ. ഈ നടുക്ക് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഐ എം അബൌട്ട് ടു ഡു സംതിങ്. അത് അൺബിലീവബിളായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോവാം. ആ ചെയ്യുന്ന കാര്യം നിനക്കിപ്പം മനസ്സിലാകത്തില്ല, അതിൻ്റെ ഫ്യൂച്ചർ. അപ്പം അതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഒരു റോഡ് മാപ്പ് പോലെ ഡാനിയേലിൽ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ ഉള്ളത് വ്യക്തമായി കാണിച്ചു. അതിൻ്റെ ഉദ്ദേശം എന്തുവാ? ഒരേ ഒരു ഉദ്ദേശം. ആരാ? യേശുപ്പച്ചൻ ഈ ഭൂമി വരുന്ന നമ്മളുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കണമെന്ന്. ഈ കേൾക്കുന്ന നിങ്ങൾ നിഷ്കളങ്കരാകും. എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. യേശുപ്പച്ചനിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ലെങ്കിൽ എത്ര പെട്ടെന്ന് വിശ്വസിക്കുകയും സ്വന്തരക്ഷത സ്വീകരിക്കുകയും സ്നാനമേൽക്കുകയും വിശുദ്ധിയോടെ ഉള്ളൊരു ജീവിതം നയിക്കുവാൻ ശ്രമിക്കണം. എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ വരവ് അടുക്കാറായി. ഓക്കെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 1-ാം അധ്യായം നിൽക്കുന്നു. അടുത്ത ആഴ്ച 2-ാമത്തെ അധ്യായം. ഓക്കെ ബൈ.